അക്ഷരങ്ങളെയും വാക്കുകളെയും മലയാളത്തെയും കുട്ടികളെയും സ്നേഹിച്ച ഒരു കുറിയ മനുഷ്യൻ. മാഷിന്റെ ഭാഷയിൽ കുഞ്ഞിൽ നിന്നുണ്ണുന്നോൻ കുഞ്ഞുണ്ണി. ഏറ്റവും ലളിതമായ വാക്കുകളിൽ ഏറ്റവും ഉയർന്ന ആശയങ്ങൾ പറഞ്ഞുതന്ന കവിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. ഞാൻ പോയേ ജ്ഞാനം വരൂ, ജ്ഞാനം വന്നേ ഞാൻ പോകൂ തുടങ്ങി അർത്ഥവത്തായ വരികൾ അദ്ദേഹം എഴുതി. പൊക്കമില്ലായ്മയാണെൻ പൊക്കമെന്നറിയുന്നു ഞാൻ എന്ന രസകരമായ വരികളും അദ്ദേഹം മലയാള സാഹിത്യത്തിന് സമ്മാനിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് മാഷിനെ ഏറെ സ്വാധീനിച്ചത്. ഭാഷാശുദ്ധിക്ക് അദ്ദേഹം ഏറെ പ്രാധാന്യം നൽകി. എന്നാൽ കുറിക്കുകൊള്ളുന്ന ഭാഷാപ്രയോഗത്തിലൂടെ മലയാളിയെ ചിന്തിപ്പിച്ച മാഷിന് സാംസ്കാരിക വകുപ്പ് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. വലപ്പാട് അതിയാരത്ത് വീട്ടിൽ മാഷിന് ഒരു സ്മാരകമെന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയാണ്. സ്മാരകം പണിയുന്നതിന് തറവാട് വീടിനോട് ചേർന്ന് ബന്ധുക്കൾ സ്ഥലം വിട്ടു നൽകിയിരുന്നു. എന്നാൽ സാംസ്കാരിക വകുപ്പ് സ്ഥലം ഏറ്റെടുത്ത് വർഷങ്ങൾ പിന്നിടുമ്പോഴും നടപടികൾ ആരംഭിച്ചെടുത്തു തന്നെയാണ് ഇപ്പോഴും. ഒരു ബാലസാഹിത്യകാരനായാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടത്. ഒരുപാട് യുവകവികളെ വാർത്തെടുത്ത പത്രാധിപർ എന്ന സ്ഥാനവും മാഷിന് സ്വന്തം. കാച്ചിക്കുറുക്കിയ വരികളും പഴഞ്ചൊല്ലുകളുമായി അദ്ദേഹം മലയാള സാഹിത്യത്തെ പ്രസന്നമാക്കി. രാരിത്തത്തമ്മേ എന്നെ കോഴിക്കൊത്തല്ലേ, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച തുടങ്ങി കുഞ്ഞുനാവുകൾക്ക് വഴങ്ങുന്ന ലാളിത്യ പദപ്രയോഗങ്ങളും മാഷിന്റെ രചനയിൽ പിറന്നു. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല തുടങ്ങി രസകരമായ ഫലിതപ്രയോഗങ്ങളും മാഷിന്റേതായിട്ടുണ്ട്. പറയാനുള്ളത് ചെറിയ വരികളാക്കി അദ്ദേഹം വായനക്കാർക്ക് മുന്നിലെത്തിച്ചു. കുഞ്ഞായിരിക്കാനും കുഞ്ഞുങ്ങളായി രസിക്കാനുമായിരുന്നു മാഷിനിഷ്ടം. അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്: കുഞ്ഞുണ്ണിക്കൊരു മോഹം എന്നും കുഞ്ഞായിട്ടു രമിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ടു മരിക്കാൻ. കുഞ്ഞുണ്ണി മാഷിന്റെ സ്നേഹമൂർന്ന ഓർമ്മകൾക്ക് TCVയുടെ പ്രണാമം. ഇത്തിരിയേയുള്ളൂ ഞാൻ, എനിക്ക് പറയാൻ ഇത്തിരിയേ വിഷയവുമുള്ളൂ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടു. ഞാൻ എനിക്ക് എന്റെ ഇങ്ങനെ കൾച്ചർ ഡെസ്ക് TCV. എന്റെ ഇങ്ങനെ